നമ്മുടെ തൃശ്ശൂർ ചേലക്കര പോകുമ്പോഴേക്ക് ഈ ഒരു കടയുടെ പുറത്ത് കണ്ടതാണ് ഈ ഒരു ബോർഡ്. അതായത് നമ്മുടെ പഴംപൊരിയും ബീഫും. ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു പഴംപൊരിയും ബീഫും. അപ്പോൾ ഈ ഒരു ബോർഡ് കണ്ടപ്പോഴാണെങ്കിലോ എനിക്കും പഴംപൊരിയും ബീഫും വീണ്ടും കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി. ഞാൻ വന്ന സമയമായപ്പോഴേക്കും ഏകദേശം ഇവിടുത്തെ പഴംപൊരിയൊക്കെ തീർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു പഴംപൊരിയും ബീഫും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പഴംപൊരിയും ബീഫും സെറ്റിന് ഇവിടെ 100 രൂപയായിട്ടാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഈ അടപ്പത്ത് കിടന്ന് ചൂടായി എടുക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള ബീഫ് കറിയാണ്. ബീഫ് കറി കാണാനൊക്കെ വേറെ ലെവലായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അധിക സമയം വൈകാതെ തന്നെ നമ്മുടെ പഴംപൊരിയും ബീഫ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഒരുപാട് സമയം നോക്കി നിൽക്കാല്ലേ, കാരണം കുറേ നാളായി ഇത് കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ആ ഒരു പഴംപൊരിയിൽ നിന്ന് ചെറിയൊരു കഷ്ണം പൊട്ടിച്ച് അതുപോലെ തന്നെ ഒരു ബീഫിന്റെ കഷ്ണം നടുക്കിലും വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു സംഭവം കഴിച്ചപ്പോണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു. സംഭവം ബീഫ് എന്ന് പറയുന്നത് നമ്മുടെ തനി നാടൻ ബീഫിന്റെ ടേസ്റ്റും പ്ലസ് ആ പഴംപൊരിയുടെ ടൈപ്പ് ഉണ്ടല്ലോ വേറെ ലെവലായി ടേസ്റ്റ്. ആ ബീഫിന്റെ ക്വാണ്ടിറ്റി ഒന്നും ഒരു കുറവില്ല. 100 രൂപയ്ക്കാണ് ഈ പഴംപൊരിയും ബീഫും കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും വെറുത്തായിട്ട് എനിക്ക് തോന്നിയിട്ടാ. അപ്പൊ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ തൃശ്ശൂർ ചേലക്കര പോകുമ്പോഴേക്ക് ആറ്റൂർ ഗവൺമെന്റ് സ്കൂളിൽ എത്തണമെങ്കിൽ തൊട്ട് മുന്നേ റൈറ്റ് സൈഡിലായിട്ടാണ്. അപ്പൊ ഈ വഴി പാസ് ചെയ്യുമ്പോൾ എല്ലാവരും കഴിച്ചു നോക്കും.